മെറിഡിയൻ ഗ്രൂപ്പ് ഓർക്കാട്ടേരിയിൽ ആരംഭിക്കുന്ന അപ്പാർട്ട്മെന്റ് ഡെമോ ഇനാഗുറേഷനും ലിഫ്റ്റ് ലോഞ്ചിങ്ങും കുറ്റ്യാടി MLA പാറക്കൽ അബ്ദുള്ള നിർവഹിച്ചു. ഇന്നിപ്പോൾ വലിയ മാറ്റം നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ വടകര കഴിഞ്ഞാൽ ഏറെ ബിസിനസ് രംഗത്ത് വലിയ പ്രതീക്ഷയുള്ള ഒരു ടൗണായി ഓർക്കാട്ടേരി മാറി വരികയാണ്. അവിടെ റഷീദ് ഇപ്പോൾ ഈ പ്രദേശത്ത് ഇങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ പോലും 4 ആളുകൾക്ക് താമസിക്കാൻ വടകരയിലേക്ക് പോകണം. ഇവിടെ ഒരു ഹോട്ടൽ സംവിധാനം, ആ നിലയിലൊരു അപ്പാർട്ട്മെൻറ്റ്, ഇതൊന്നും ഇവിടെ ഇല്ല. ഇപ്പം എല്ലാ സ്ഥലത്തും നമ്മൾ ടൗണിൽ മാത്രമല്ല ഗ്രാമങ്ങളിൽ വരെ അപ്പാർട്ട്മെൻറ്റ് വരേണ്ട ഒരു കാലമായി മാറുകയാണ്. അപ്പോൾ ഇവിടെ ടൗണിൻ്റെ പുരോഗതി, ഏതൊരു പ്രദേശത്തിൻ്റെയും വികസനം, ആളുകൾക്ക് വരാനും അവർക്ക് അതിനനുസരിച്ച് താമസിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ ഉള്ള സൗകര്യം വരുമ്പോഴാണ് ടൗണിലേക്ക് ആളുകൾ എത്തുക. ടൗണിൽ സൗകര്യം ഇല്ലെങ്കിൽ വേറെ ടൗണുകളിലേക്ക് ആളുകൾ മാറിപ്പോകും. വിശേഷിച്ചിപ്പോൾ ഈ ഹൈവേ ഒക്കെ വരുമ്പോൾ ഒരുപാട് പ്രദേശങ്ങൾ മാറിയിട്ടുണ്ട്. കാരണം യാത്രാ പ്രശ്നങ്ങളിൽ നമ്മളങ്ങ് വടകര പോകേണ്ടതില്ല, അല്ലെങ്കിൽ കോഴിക്കോട് പോകേണ്ട, ഇവിടെ തന്നെ വലിയ ടൗണായി ഇപ്പോൾ നാദാപുരമായാലും ഓർക്കാട്ടേരി ആയാലും ഇതൊക്കെ വളരെ വലിയ മാറ്റമാണ്. എല്ലാ ആവശ്യങ്ങൾക്കും നമ്മൾ നേരത്തെ കോഴിക്കോട് പോകുന്ന സംഗതികളൊക്കെ ഓർക്കാട്ടേരി ടൗണിൽ വന്നാൽ ലഭ്യമാകുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ആളുകൾക്ക് സൗകര്യമുണ്ടാവുക, ഒപ്പം ഇതുപോലുള്ള കൊമേഴ്സ്യൽ സ്ഥാപനങ്ങൾക്ക് വളരെ അനുകൂലമായ സാഹചര്യം, അതൊരു നമ്മളെപ്പോഴും എത്ര നഗരവൽക്കരിച്ചാലും ഒരു ഗ്രാമീണ സ്വഭാവം, ഒരു സംസ്കാരം നമുക്കുണ്ട്. ചടങ്ങിൽ വടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കോട്ടയിൽ രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായി. ബ്ലൂ മെറിഡിയൻ ഗ്രൂപ്പ് ചെയർമാൻ റഷീദ് കിഴക്കയിൽ ആമുഖ പ്രസംഗം നടത്തി. ഈ ബ്ലൂ മെറിഡിയൻ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ എൻ്റെ ഒരു ആഗ്രഹം തന്നെയാണ് ഇത് ഇവിടെ കൊണ്ടുവരണം എന്നുള്ളത്. അതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് സത്യത്തിൽ നമുക്ക് ഈ വടകരയും ഓർക്കാട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. പല പ്രാവശ്യവും ഇവിടെ പല കല്യാണങ്ങൾ നടക്കുമ്പോൾ ഞാൻ അറിവുകൾ കൊണ്ടുവരുന്നില്ല, പക്ഷെ താമസിപ്പിക്കുന്നത് കോഴിക്കോടാണ്. പോയി വരാൻ തന്നെ. അപ്പം അങ്ങനത്തെ ഒരു സംഭവം ഞാൻ കുറേ എൻ്റെ മനസ്സിൽ വന്നു. അങ്ങനെ ഇവിടെ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചു. ഇൻഷാ അല്ലാഹ് ഇവിടത്തും വരെയായി. അതിൽ കൂടുതൽ ഇനിയും നമുക്ക് ഒരുപാട് വരാനുണ്ട്. നിങ്ങളൊക്കെ പ്രാർത്ഥന വേണം. അഹമ്മദ് കുട്ടി ബാഘവി പ്രാർത്ഥന നടത്തി. ബ്ലൂ മെറിഡിയന്റെ ഓർക്കാട്ടേരിയിലെ സംരംഭത്തിൽ അപ്പാർട്ട്മെന്റ്, റെസ്റ്റോറന്റ്, ഫുഡ് കോർട്ട്, ഓഡിറ്റോറിയം, ഡെയിലി റെന്റ് റൂം എന്നിവ ഉൾക്കൊള്ളുന്നതാണ്. വടകര ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ TP മിനിക, ഏറാമല ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ഷക്കീല ഈങ്ങോളി, മൂസ മറുവയിൽ, KK അഹമ്മദ്, പറമ്പത്ത് പ്രഭാകരൻ, P രാജൻ, CP രാജൻ, MC അശോകൻ, KE ഇസ്മായിൽ, പുതിയടത്ത് കൃഷ്ണൻ, കോമത്ത് അബൂബക്കർ, റിയാസ് കുനിയിൽ, TN റഫീഖ്, സൂപ്പി മറുവയിൽ, ഹനീഫ വെള്ളിക്കുളങ്ങര എന്നിവർ സംസാരിച്ചു. ബ്ലൂടൈൻ മാർക്കറ്റിംഗ് പ്രതിനിധി ഷിജോ പദ്ധതികൾ വിശദീകരിച്ചു. ഇപ്പം പറയുകയാണെങ്കിൽ ഓർക്കാട്ടേരി, വില്യാപ്പള്ളി, നാദാപുരം, കല്ലാച്ചി, കക്കട്ടൊക്കെ എടുക്കുമ്പോഴും ഈ ഒരു ബെൽറ്റിലുള്ള ഒരുപാട് ഓണേഴ്സിനും അവരുടെ എന്തെങ്കിലും വലിയ വലിയ പ്രോഗ്രാംസൊക്കെ വരുന്ന സമയത്താണെങ്കിൽ പോലും ഒരു താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അപ്പാർട്ട്മെൻറ്റ്, അത്രയും ഒരു പ്രീമിയം ലെവലുള്ള അപ്പാർട്ട്മെൻറ്റ് ഈ ഒരു ഏരിയയിൽ നമുക്ക് എവിടെയും ഇല്ല. അപ്പം എന്തുകൊണ്ടും ഒരാൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് നമ്മളെ ബ്ലൂ മെറിഡിയൻ അപ്പാർട്ട്മെൻറ്റ് ഓർക്കാട്ടേരിയിൽ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ അപ്പാർട്ട്മെൻറ്റ് എന്ന് വെച്ചാൽ നമ്മളെ ഇതിനകത്ത് 2 ഫ്ലോറിലായിട്ട് 16ഓളം അപ്പാർട്ട്മെൻറ്റാണ് വരാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ 3rd ഫ്ലോറിൽ ഒരു 1 BHK, അതുപോലെ തന്നെ 2 BHK, 3 BHK അപ്പാർട്ട്മെൻറ്റ്, 3rd ഉം 4th ടോട്ടൽ 16 അപ്പാർട്ട്മെൻറ്റ് നമുക്ക് വേണമെങ്കിൽ ബൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതൊരു വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. അതേപോലെ തന്നെ ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്കത് റെൻ്റ് ഔട്ട് ചെയ്യണമെങ്കിൽ അതിനുള്ള സൗകര്യവും നമ്മൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ ടോപ്പ് ഫ്ലോർ ആണെങ്കിൽ എന്തെങ്കിലും ഈ അപ്പാർട്ട്മെൻറ്റിലുള്ള ഫാമിലീസിനും അങ്ങനെയുള്ള ഇവൻറ്റുകളൊക്കെ കാര്യങ്ങൾ ചെയ്യാനുമുള്ള സ്പേസും അങ്ങനെയുള്ള എമ്യൂണിറ്റീസും ജിമ്മും അങ്ങനെയുള്ള കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയ അങ്ങനെയുള്ള എല്ലാ എമ്യൂണിറ്റീസും നമ്മളവിടെ ടോപ്പ് ഫ്ലോറിലും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ പ്ലാനിങ് പോകുന്നത്. കൂടാതെ ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ആണെങ്കിൽ, ഫസ്റ്റ് ഫ്ലോർ ആണെങ്കിൽ കൊമേഴ്ഷ്യൽ സ്പേസ് ആണ്. അപ്പോൾ നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബ്രാൻഡഡ് കമ്പനീസ് നമുക്ക് എന്താക്കണം, നമുക്ക് നാദാപുരം കഴിഞ്ഞാൽ വടകരയുള്ള ഏരിയയിൽ കൂടുതൽ ബ്രാൻഡിങ് കമ്പനി നമുക്ക് ഇവിടെ ഇല്ല.
അപ്പോൾ ബ്രാൻഡഡ് കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള സ്പേസ് നമ്മൾ കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയുള്ള രീതിയിലാണ് ഇപ്പം നമ്മൾ ഫുള്ളായിട്ട് ഗ്രൗണ്ട് ഫ്ലോർ ആണെങ്കിലും ഫസ്റ്റ് ഫ്ലോർ ആണെങ്കിലും ടോട്ടൽ നമ്മൾ ഫർണിഷിങ്ങോ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളോ സ്ട്രക്ചറോ ചെയ്ത് വെച്ചിട്ടില്ല. പല കമ്പനിയും വരുന്ന സമയത്ത് അവർക്ക് ചിലപ്പം ഏരിയ കസ്റ്റമൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ട് ഞങ്ങൾ ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെയുള്ള കമ്പനീസിനെ ഞങ്ങൾ അപ്രോച്ച് ചെയ്യുകയാണ്.